നമസ്കാരം. ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റിനും ഉദ്യോഗസ്ഥർക്കും ഒഴിഞ്ഞു മാറാനാകില്ലെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി പറയുന്നത്. ഹുസൈനിയയിലെ അധ്യാപകരുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാധാനം കൊണ്ടുവരാൻ അധികാരം ഉപയോഗിക്കുന്നുവെന്ന അമേരിക്കയുടെ അവകാശവാദം നുണയാണ്. ഗസയിലെ കുട്ടികൾ, ആശുപത്രികൾ, വീടുകൾ എന്നിവയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിടാൻ സയനിസ്റ്റ് ഭരണകൂടത്തിന് ബോംബുകൾ നൽകാൻ അമേരിക്ക തങ്ങളുടെ ശക്തി ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. സയനിസ്റ്റ് ഭരണകൂടത്തെ മേഖലയിലെ അഴിമതിയുടെയും യുദ്ധത്തിന്റെയും ഏറ്റവും വലിയ ഉറവിടമെന്നാണ് ഖാംനെയി വിശേഷിപ്പിച്ചത്. ഇസ്രയേൽ മേഖലയിലെ ട്യൂമർ ആണെന്നും എത്രയും വേഗം ഇല്ലാതാക്കപ്പെടണമെന്നുമാണ് ഖാംനെയി പറഞ്ഞത്. അമേരിക്കയുടെ പിന്തുണയില്ലാതെ മേഖലയിലെ രാജ്യങ്ങൾക്ക് നിലനിൽക്കാനാവില്ലെന്ന പ്രസിഡന്റിന്റെ പ്രസ്താവനയെ സ്വന്തം ജനതയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്നതാണ് എന്നാണ് അദ്ദേഹം വിമർശിച്ചത്. US വൈകാതെ മേഖലയിൽ നിന്ന് പിന്തിരിയേണ്ടി വരുമെന്നും കാര്യങ്ങൾ അവർക്കെതിരിൽ തിരിയുമെന്നും കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. അതേസമയം ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി വന്നതോടെ മേഖലയിൽ ആക്രമണം നടത്താനുള്ള സാധ്യത നിലനിൽക്കെ US സൈനിക താവളം അനുവദിച്ചാൽ യുദ്ധമായി കണക്കാക്കുമെന്ന് അയൽ രാഷ്ട്രങ്ങൾക്ക് ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാഖ്, കുവൈത്ത്, UAE, ഖത്തർ, ബഹ്റൈൻ, തുർക്കി എന്നീ രാജ്യങ്ങൾക്കായിരുന്നു ഇറാന്റെ അന്നത്തെ മുന്നറിയിപ്പ്. നിങ്ങളുടെ മണ്ണിൽ നിന്ന് US ആക്രമണം നടത്തിയാൽ നിങ്ങളെ ലക്ഷ്യം വയ്ക്കുമെന്ന് ഇറാൻ ഔദ്യോഗികമായി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ അന്ന് പറഞ്ഞിരുന്നു. US സൈനിക ആക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ ഇറാന്റെ സവിശേഷ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അതീവ ജാഗ്രതയിലാണെന്നും മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥർ അന്നേ വ്യക്തമാക്കിയിരുന്നു. പലസ്തീൻ ജനതയുടെ അവരുടെ സ്വന്തം മണ്ണിൽ നിന്ന് പുറന്തള്ളാനുള്ള ഏതൊരു നീക്കവും തള്ളുന്നതായി സൗദി അറേബ്യ പറഞ്ഞിരുന്നു. ബാഗ്ദാദിലെ അറബ് ലീഗ് യോഗത്തിലായിരുന്നു സൗദി നിലപാട് ആവർത്തിച്ചത്. സൗദി വിദേശകാര്യ സഹമന്ത്രി ആദിൽ അൽ ജുബൈറിന്റേതായിരുന്നു പ്രതികരണം. ഗസയിൽ നിന്നുള്ളവരെ ലിബിയയിലേക്ക് മാറ്റാൻ US ആലോചിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നതിനിടെയായിരുന്നു സൗദിയുടെ ഈ ഒരു ശക്തമായ പ്രതികരണം. 1967 അതിർത്തികൾ അംഗീകരിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതാണ് ഇസ്രയേലുമായുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാനുള്ള ഏക മാർഗമെന്നും സൗദി അറേബ്യ യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇറാഖിൽ നടക്കുന്ന അറബ് ഉച്ചകോടിയിൽ ഇറാൻ ആണവ ചർച്ചകളും സിറിയക്കെതിരായ ഉപരോധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രധാന ചർച്ചാ വിഷയങ്ങളായിരുന്നു. ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള സൈനിക ഓപ്പറേഷൻ ഇസ്രയേൽ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ വ്യാപക വ്യോമാക്രമണങ്ങളിൽ ഗസയിൽ 115 പേരാണ് കൊല്ലപ്പെട്ടത്. ആസൂത്രിതമായി ഗസയുടെ വിവിധ ഭാഗങ്ങൾ കൈവശപ്പെടുത്താനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത്. വടക്കൻ ഗസയിലെ നിരവധി മേഖലകളിൽ നിന്ന് ആയിരക്കണക്കിന് പലസ്തീനികളെ ഇസ്രയേൽ സൈന്യം ആട്ടിയോടിച്ചു. ഗസയിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് ആവശ്യമായ മരുന്നുകൾ അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇസ്രയേൽ കടത്തിവിടുന്നില്ല. ഇസ്രയേലിന്റെ ഏറ്റവും പുതിയ ആക്രമണങ്ങളിൽ ഡസൻ കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടതെന്നും പലരും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും സിവിൽ ഡിഫൻസ് ഏജൻസി വക്താവ് മഹ്മൂദ് ബാസനും പറയുന്നുണ്ട്.